നമസ്കാരം. 2019 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കി ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഒരു ദശാബ്ദക്കാലത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഗതിയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിട്ട് വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടപ്പോൾ നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം അവിടെ മികച്ച വിജയം നേടി അധികാരമുറപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കശ്മീർ താഴ്വരയിൽ ശക്തമായ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും തമ്മിൽ ശക്തമായ ധ്രുവീകരണമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തൂക്കുസഭയ്ക്ക് സാധ്യത കൽപ്പിച്ചുവെങ്കിലും ജമ്മു, കശ്മീർ താഴ്വര എന്നിവിടങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വ്യക്തമായ ഭൂരിപക്ഷം നേടിത്തന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ജനവിധി പ്രധാനമായിട്ട് 4 നിർണായക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി താഴ്വരയിലെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച അവകാശ ലംഘന വികാരം വിധി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ പശ്ചാത്തലത്തിൽ പൂർണ്ണ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ നിയമപരമായിട്ട് ശ്രമിക്കുമെന്നുള്ള കോൺഗ്രസിൻ്റെയും സഖ്യത്തിൻ്റെയും നിലപാട് വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. BJPക്ക് അവരുടെ ദേശീയ സുരക്ഷാ അജണ്ട മാത്രം ഉപയോഗിച്ച് ഈ പ്രാദേശിക വികാരം മറികടക്കാൻ സാധിച്ചില്ല. നീണ്ടകാലത്തെ രാഷ്ട്രപതി ഭരണവും ലഫ്റ്റനന്റ് ഗവർണറിലൂടെയുള്ള കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലും തദ്ദേശീയരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ഭരണം കൈമാറണമെന്ന ശക്തമായ വികാരം ഉണ്ടാക്കി. തന്നാട്ടുകാർ തന്നെ ഭരിക്കണമെന്ന മുദ്രാവാക്യം പ്രാദേശിക പാർട്ടികൾക്ക് കരുത്തേക്കി. വിനോദസഞ്ചാരത്തെയും മറ്റ് വ്യവസായങ്ങളെയും ബാധിച്ച തുടർച്ചയായ സുരക്ഷാ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലെ അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തെക്കാൾ ജനങ്ങൾ ശ്രദ്ധിച്ചത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു. സമീപകാലത്ത് പ്രതിഷേധങ്ങളോടും രാഷ്ട്രീയ തടവുകളോടുമുള്ള ഭരണകൂടത്തിൻ്റെ കർശന നിലപാടുകൾ അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും വോട്ടിംഗ് പാറ്റേണിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെ സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കശ്മീർ താഴ്വരയിൽ നേരിയ മുന്നേറ്റം നടത്തുകയും ചെയ്താൽ ഭരണം പിടിക്കാമെന്ന ജമ്മു അധിഷ്ഠിത കണക്കുകൂട്ടലിലായിരുന്നു BJP. ഭരണഘടന അനുവദിക്കുന്നതിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 5 അംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർ വഴി നോമിനേറ്റ് ചെയ്യിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഒരു നേരിയ ഭൂരിപക്ഷത്തിൻ്റെ സാഹചര്യത്തിൽ നോമിനേറ്റഡ് അംഗങ്ങൾ നിർണായകമാകും എന്നതായിരുന്നു ഈ നീക്കത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് സഖ്യം സീറ്റ് വിഭജനത്തിൽ കർശനമായ അച്ചടക്കം പാലിച്ചതും പരമ്പരാഗത വോട്ട് ബാങ്ക് ഏകീകരിച്ചതും BJPക്ക് കനത്ത തിരിച്ചടിയായി മാറി. BJP പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷം സഖ്യം നേടിയതോടെ നോമിനേഷൻ വഴിയുള്ള ബാക്ക്ഡോർ ഭരണ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ 4 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് BJPക്ക് ഇരട്ട പ്രഹരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നതിനാൽ തന്നെ ഈ ഫലം പുതിയ നിയമസഭാ കക്ഷിനിലയെ ആശ്രയിച്ചിരിക്കും. നിലവിലെ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ കോൺഫറൻസിന് 53 MLAമാർ, ഭാരതീയ ജനതാ പാർട്ടി BJPക്ക് 28 MLAമാർ, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDPക്ക് 7 MLAമാർ, ഇനി മറ്റുള്ളവർ ചെറു കക്ഷികളും സ്വതന്ത്രമൊക്കെയാണ് ശേഷിക്കുന്നവർ. അപ്പോൾ രാജ്യസഭാ സീറ്റുകളിൽ 2 നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം വിജയം ഉറപ്പിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശേഷിക്കുന്ന 2 സീറ്റുകൾ നേടാൻ BJP തീവ്ര ശ്രമം ഇപ്പോൾ നടത്തുകയാണ്. വിജയം ഉറപ്പിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടാൻ BJPക്ക് പുറത്തുനിന്നുള്ള പാർട്ടികളുടെയൊക്കെ പിന്തുണ അനിവാര്യമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ PDP 7 MLAമാരുള്ള PDP എടുക്കുന്ന നിലപാട് അതീവ നിർണായകമാണ്. PDP BJPക്ക് പിന്തുണ നൽകിയാൽ അവർക്ക് 2 സീറ്റുകളിൽ വിജയിക്കാനായിട്ട് സാധ്യതകളുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം നേടിയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ PDP BJPക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില പ്രാദേശിക കക്ഷികൾ പിന്തുണ നൽകാനാവില്ലെന്ന് BJP അറിയിച്ചതോടുകൂടി അവരുടെ രാജ്യസഭാ മോഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയ നേതാക്കൾ നേരിട്ട് കശ്മീരിലെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടും മറ്റു പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കാൻ സാധിക്കാത്തത് BJPക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഒക്ടോബർ 24 നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 13 ആയിരുന്നു.